നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ, അനിയെ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നുമില്ല, അനിയാണ് തിരിച്ചു വിളിച്ചതുമില്ല. നന്ദുവിന് ആകെപ്പാടെ സങ്കടമായിപ്പോയി. കാരണം തന്നെ ഇന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അവൻ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. അന്ന് താന് ഇങ്ങോട്ടേക്ക് വന്നില്ല, അപ്പൊ അതിന് പാരം വിട്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദു വിഷമത്തോടു കൂടിയിട്ടാണ് തിരികെ പോകുന്നത്. ഈ സമയത്തെല്ലാം അനി ആകെപ്പാടെ ഉരുകിയാണ്. അജയന്റെ ജാനകിയുടെ ഒപ്പം ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? 8 മണിയാകുമ്പോൾ നന്ദുവിനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞ 8 മണിയും കഴിഞ്ഞു, സമയം 10 മണിയെ. ഇതുവരെ ആയിട്ടും അവളെ കാണാനായിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല. അതെങ്ങനെയാ? അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് പുറത്ത് വരേണ്ടി വന്നു. അങ്ങനെ വീട്ടിലേക്ക് ചെന്ന ഉടനെ അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ നന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അവൾക്ക് പിണക്കമായെന്ന്. ഒരുപക്ഷെ അവൾ ഓർത്ത് കാണുമായിരിക്കും താൻ അവളോട് പ്രതികാരം ചെയ്തായിരിക്കുന്ന. പ്രതികാരം വീട്ടിൽ നിന്ന് ഓർത്തോണ്ട് അവിടെ ചിലപ്പോൾ കോൾ എടുക്കാതെ എനിക്ക് വിഷമമായി. അനി പിന്നീട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമ്പർ സ്വിച്ച് ഓഫ് എന്നാ കണ്ടത്. താൻ ചെയ്ത പോലെ തന്നെ അവൾ തിരിച്ചു ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയത്തുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ആദർശ് മാളവികയെ വിളിക്കുന്നുണ്ട്. മാളവിയെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരു അൺനോൺ നമ്പറിലേക്ക് കോളുകൾ പോകുന്നുണ്ട്. ഈ പറയുന്ന ഡേവിഡ് വിളിക്കുന്നുണ്ട്. അതാരാന്ന് കണ്ടെത്തണം. അതാരാന്ന് കണ്ടെത്തിയാൽ മാത്രമേ പ്രധാനപ്പെട്ട ശത്രുവിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. പിന്നീട് മാളവിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇടയ്ക്ക് ക്യാമ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് അയാൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ആ കോൾസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, മാക്സിമം അയാളുമായിട്ട് നല്ല അടുപ്പത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് പിന്നിൽ ആരാന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ അയാളുടെ നാവിലും തുമ്പിന്നല്ല നമുക്ക് ആ സത്യങ്ങൾ അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്ക് മാളവി അയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് ഈ ഡിസൈനെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചേക്കുമെന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, അതൊന്നും ഓർത്ത് സാറ് പേടിക്കണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനതൊക്കെ അന്വേഷിക്കാമെന്ന് ആദർശന് ഉറപ്പ് കൊടുക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. നന്ദുവിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. നന്ദുവിനെ വിളിച്ചിട്ടോ അവളോട്ട് കോൾ എടുക്കുന്നുമില്ല. അവൾക്ക് കട്ട കലിപ്പാന്ന് മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവളെ കാണാനായിട്ട് ചെല്ലണം എന്ന് വിചാരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അനി ചെല്ലുവാണ്. ഇതേപോലെ തന്നെ നന്ദു മുൻപ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയിലേക്ക് എന്നിട്ടുണ്ടായിരുന്നു ആ കേക്ക് മുറിച്ച ദിവസം തന്നെ. പക്ഷേ എങ്കിൽ അന്നാണെങ്കിലോ അനി നന്ദുവിനെ കാണാൻ കൂട്ടാക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് അനി വന്നെന്നുള്ള കാര്യം നന്ദുവിന് അറിയായിരുന്നു. നന്ദുവോട് പോലീസുകാരൻ്റെ പറഞ്ഞു, ആര് വന്നാലും എന്നെ കാണാൻ സമ്മതിക്കണ്ട, എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് കയറ്റി വിണ്ടെന്ന് പറഞ്ഞു. അല്ല, ആ സാറ് വന്നിട്ടുണ്ട്, എനിക്കിപ്പോൾ കാണാൻ താല്പര്യമില്ല, എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എനിക്ക് നന്ദുവിനെ കാണാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോവാനായിട്ട് അനി കൂട്ടാക്കിയില്ല. അനി പറഞ്ഞു, അതെ, നിങ്ങളുടെ സാറ് അല്ല, നിങ്ങളുടെ മാഡം എന്താണെങ്കിലും പുറത്ത് വരാതിരിക്കില്ലല്ലോ. ഞാനിവിടെ തന്നെ നിൽക്കും, നിങ്ങളുടെ മാഡത്തിനെ കണ്ടിട്ടോ പോകുന്നുള്ളെന്ന് പറഞ്ഞു. തന്നെ കാണാനായിട്ട് അവൾ മനഃപൂർവ്വം കൂട്ടാക്കാതിരിക്കുന്നതല്ലേ, അപ്പൊ ഇനി അവൾ വരട്ടെ, താൻ കണ്ടിട്ടോ പോളെന്നും പറഞ്ഞുകൊണ്ട് അനി അവിടെ തന്നെ നിൽക്കുവാണ്. ഈ വിവരം ചെന്ന് പോലീസുകാരൻ നന്ദുവിനോട് പറഞ്ഞു. നന്ദുവിനാണെങ്കിൽ സങ്കടവും ദേഷ്യമൊക്കെ ആയി. എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം അനി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചു തന്നെയാ പോവത്തില്ലെന്ന് അറിയാം. ഒടുവിൽ നന്ദു ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നന്ദു ഇറങ്ങി വന്നിട്ട് അന്വേഷിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, നന്ദു ഒരു മിനിറ്റ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാമല്ലെന്ന് പറഞ്ഞു. അനി പറഞ്ഞു, കേട്ടേ മതിയാവുള്ളൂ, ഞാൻ പറയാനുള്ളത് നീ കേൾക്കണമെന്ന് പറഞ്ഞു. പിന്നീടാണ് കാര്യങ്ങൾ പറയണേ. ഇന്നലെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പുറത്ത് വരാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരുന്ന സമയത്താണ് എന്നെ കൊണ്ട് അവർ പുറത്തു പോയത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല നന്ദു. സംഭവിച്ച അതാണ്. പിന്നെ നീ വിളിച്ചു കഴിഞ്ഞപ്പോൾ കോൾ എടുക്കാതിരുന്ന് അവരോടൊപ്പം ഞാനിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നന്ദുവിന് പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നന്ദു പറഞ്ഞു, സാരമില്ല, പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എനിക്ക് കുറേ ജോലികളുള്ളല്ലേ, അനി പോയിക്കോ, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയെ പറഞ്ഞു വിട്ടു. നന്ദുവിന് മനസ്സിലായി അനിയുടെ തിരക്കും കാര്യങ്ങളും എന്താ എങ്ങനെയെന്നൊക്കെ നന്ദുവിനും അറിയാലോ. പിന്നെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടുകയും ചെയ്തേ. ഈ സമയത്ത് മാളവിക ഡേവിഡിന്റെ ക്യാബിനിലേക്ക് വന്നു. അങ്ങനെ പുതിയ ഡിസൈനിങ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഡേവിഡ് അതൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് മാളവിക ചോദിച്ചു, അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? ഞാൻ ഈ ഡിസൈനിങ് കൊണ്ട് തരുന്ന സമയത്ത് സാറിന്റെ മുഖത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളും ഇല്ലല്ലോ, ഒരു തൃപ്തി ഇല്ലോ എന്ന് പറഞ്ഞു. അതെന്താ മാളവിക അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ ഇത്ര നല്ല ഡിസൈൻ വരച്ചിട്ടുവേ കഴിഞ്ഞ തവണയാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ നല്ല ഡിസൈൻ വരച്ചുകൊണ്ട് വന്നു. പക്ഷെ എങ്കിൽ സാറ് അതിന് അത്ര നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സാർ അത് ആർക്കും അയച്ചു കൊടുത്തു. അതിനുശേഷമാണ് സാറ് ഓക്കെ പറഞ്ഞത്. അല്ല,
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സാറിന്റെ തലപ്പത്തും വേറെ ആരെങ്കിലും ഉണ്ടോ? അവർക്കാണോ സാർ ഇത് അയച്ചു കൊടുക്കണേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഡേവിഡ് ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ ആരും ഇല്ലാന്ന് പറഞ്ഞു. അല്ല, പിന്നെ സാറ് ആരുടെ ഒപ്പീനിയൻ തേടുന്ന പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ച. അതോ, എനിക്ക് ഈ ഡിസൈനെ കുറിച്ച് അധികം വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പൊ അത് അറിയാവുന്നതിനെ കുറിച്ച് അറിയാവുന്നവരോട് നമ്മൾ ചോദിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആൾക്ക് ഇട്ട് കൊടുത്താന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണല്ലേ. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ സാറിന്റെ ഫ്രണ്ടിനെയും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ മേലായിരുന്നോ? ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോൾ വേണ്ടി വരും. അധികം വൈകാതെ ചിലപ്പം അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ആരെയും ഞാൻ കൂട്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ മാളവികയ്ക്ക് മനസ്സിലായി അയാൾ പറയുന്നതെല്ലാം കള്ളത്തരമാണ്. കാരണം ഇതിന് പിന്നെ വേറെ ആരോ ഉണ്ട്. അത് തന്നോട് തുറന്ന് സമ്മതിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തൻ്റെ അടുത്ത് അങ്ങനെ കള്ളത്തരം പറയണേ എന്നുള്ള കാര്യം മാളവികയ്ക്ക് മനസ്സിലായി. പിന്നീട് മാളവിക കൂടുതൽ ചോദിക്കാൻ പോയില്ല. ഇനിയിപ്പോൾ അയാൾക്ക് സംശയം തോന്നിയാലോ എന്ന് കരുതിയിട്ട് മാളവിക പിന്നെ ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡേവിഡ് നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാളവികയെക്കുറിച്ച് പറയണം. ഡിസൈനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, അവൾ എന്താണേലും നമ്മുടെ കമ്പനിക്ക് കിട്ടിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം അവള് കമ്പനി വന്നതിന് ശേഷം എത്ര നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ശരിയാ സാറേ, പക്ഷെ തനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലേ എന്ന് ചോദിച്ചു. സാറിന് അറിയാലോ, എനിക്ക് ഈ ഡിസൈനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരി അധികം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. എടോ, അവൾ നല്ല കഴിവുള്ള പെൺകുട്ടിയാ. അതുകൊണ്ട് അവൾ ഒരു കാരണവശാലും അവിടെ നിന്ന് പറഞ്ഞു വിട്ടുകൂടാ. ഇനിയിപ്പം ഈ വരുന്ന 1-ാം തീയതി നമ്മുടെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമല്ലേ നടക്കാൻ പോന്നെ. ആ പുതിയ ബ്രാഞ്ചിന്റേക്ക് ആരായിരിക്കും മാനേജറായിട്ട് വരുന്നറിയാവോ? എന്റെ മോനെ അഭിയായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഡേവിഡ് പറഞ്ഞു, അതൊരു നല്ല കാര്യമാണല്ലോ. അതെ, കാരണം നവ്യെ റെക്കമെൻഡ് ചെയ്ത് അവനവിടെ മാനേജർ സ്ഥാനം കിട്ടിയെന്നോ ഈ പറയുന്ന നവ്യയ്ക്ക് അറിയാനായിട്ട് പാടുള്ളൂ. അങ്ങനെ തന്നെ കുറച്ചാളും കൂടെ മുന്നോട്ട് പോട്ടെ. ഇപ്പൊ അവള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വേണം. അത് നമ്മുടെ ആവശ്യമാണ്. അതിനുശേഷം എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, സാറിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് നാഗേന്ദ്രൻ പറഞ്ഞു, മാളവിക ഉള്ളതുകൊണ്ട് പേടിക്കണ്ട. ഈ വിഷുവിന് എന്താണെങ്കിലും നല്ല സെയിലായിരിക്കും നമ്മുടെ കമ്പനിയിൽ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളിലും മാളവിക കളക്ഷൻസ് ഫേമസ് ആവും. മൂർത്തി ജ്വല്ലറിയിലെ നയന കളക്ഷൻസിനെ കടത്തിവിട്ടാൻ സാധിക്കും. കാരണം മാളവിക വരയ്ക്കുന്ന ഓരോ ഡിസൈനെയും ഈ പറയുന്ന മൂർത്തി ജ്വല്ലറി നയന കളക്ഷനേക്കാളും കൂടുതലായിട്ട് നല്ല രീതിയിൽ ഉള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ തന്നെ ഈ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങിയില്ലെന്ന് ചോദിച്ചു. അതെ അതെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പോരാത്തതിന് പരസ്യം കൂടെ ആയി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ചോദിച്ചു വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ പറഞ്ഞു, അതാണ് നമുക്ക് വേണ്ടത്. എന്നാണെങ്കിൽ ഈ വിഷുവിനോട് കൂടിയിട്ട് മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണാൻ പോവാന്നൊക്കെ പറഞ്ഞു. പിന്നീട് നാഗേന്ദ്രൻ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡേവിഡിനെ കാണാനായിട്ട് നവ്യ വരുന്നുണ്ട്. അങ്ങനെ വന്ന് ഡേവിഡും നവ്യയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ഡേവിഡ് നവ്യയോട് പറഞ്ഞു, അതെ, വരുന്ന 1-ാം തീയതി നമ്മുടെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം നടത്താൻ പോവാണ്. ആ സമയത്ത് നവ്യയുടെ ഭർത്താവുണ്ടല്ലോ അബിക്ക് അവിടെ ഒരു ജോലി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ച, അങ്ങനെയാണെങ്കിൽ 1-ാം തീയതി ജോയിൻ ചെയ്യാൻ തയ്യാറായിക്കോളാൻ പറയാൻ പറഞ്ഞു. അത് കേട്ടപ്പം നവ്യ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് സാറേ. എന്താണെങ്കിലും ഇങ്ങനൊരു വാർത്ത കേൾക്കാൻ പറ്റിയല്ലോ. ഇതറിഞ്ഞു കഴിയുമ്പോഴത്തേനും അബിക്കും സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞ് നവ്യ വീട്ടിലേക്ക് വന്നു. അബീനെ വിളിച്ചോണ്ട് പോയി കാര്യം പറയാണ്. അബി, 1-ാം തീയതി പുതിയ ബ്രാഞ്ച് AN ജ്വല്ലറി ഉദ്ഘാടനം നടത്തുവാണ്. അപ്പൊ ആ ബ്രാഞ്ചിലേക്ക് നിന്നെ അവിടുത്തെ സ്റ്റാഫായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ നീ പോയി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി ചോദിച്ചു, ഞാനോ? പിന്നല്ലാതെ, നീ പോയി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് വേണം നവ്യെ, ഈ വീട്ടിലുള്ളവരും പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് മിക്കവാറും എന്നെ അടിച്ചു പുറത്താക്കുകയും ചെയ്യും. അടിച്ചു പുറത്താക്കട്ടെ, അതിനിപ്പോ എന്താ കാര്യം? അങ്ങനെ പുറത്താക്കുകയാണെങ്കിൽ നമ്മൾ അന്തസ്സോടെ പുറത്തേക്ക് പോകും. അതിന് നീ എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. എന്നാലും വേണ്ട നവ്യെ, അത് ശരിയാകത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ? നമുക്കൊരു പിടിച്ചെലുപ്പ് വേണ്ടേ? എന്ത് പിടിച്ചെലുപ്പ്? നമ്മൾ 1-ാം തരം ഒരു വീടും വാടകയ്ക്ക് എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കും. പിന്നെ അറിയാലോ, നീ ആ കമ്പനിയിൽ സ്റ്റാഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഓരോ പടി ഉയർന്നു വരാം. ഒടുവില് ആ കമ്പനിയുടെ ഒരാളായിട്ട് മാറുകയും ചെയ്യാം. പിന്നെ അത്യാവശ്യം പരസ്യം കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് ജീവിക്കുകയും ചെയ്യടാ. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പക്ഷെ അബിക്ക് അത് കേട്ടപ്പോൾ പേടിയായിരുന്നു. എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഒരു ചിന്ത അബിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.